വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് കർത്താവ് നൽകി തന്ന ഒരു ചെറിയ ആലോചന നിങ്ങളുമായിട്ട് പങ്കിട്ട് ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവം നിങ്ങളുമായിട്ട് പങ്കിടണമെന്ന് വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു വേദഭാഗം, ഒരു വാക്കെടുത്തായിരിക്കും ഞാൻ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം തന്നെയാണ്. പല പ്രാവശ്യം പല ദൈവദാസന്മാരോട് വായിച്ചു പറഞ്ഞു. അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പീൻ. അതിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റൊരു വിഷയം, വളരുവാൻ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഗ്രോത്ത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ജീവിതമാണ്. ചിലരെ കണ്ട തോന്നത്തില്ലെങ്കിലും വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ജീവിതമാണ്. അങ്ങനെ വളർന്ന് 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 നമ്മൾ ആരോളം ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത്? ക്രിസ്തു എന്ന തലയോളം നമ്മൾ എന്ത് ചെയ്യണം? വളരണം. തമ്പുരാൻ ഒരു അസൂയയില്ല അതിനകത്ത്. നമ്മുടെ ഇന്ത്യൻ ഗുരുക്കന്മാർക്കുണ്ടായിരുന്ന പഞ്ച ഗുണം എല്ലാം പഠിപ്പിക്കത്തില്ല ശിഷ്യന്മാരെ. ആശാൻ എന്ത് ചെയ്യത്തില്ല? എല്ലാം ശിഷ്യന്മാരെ പഠിപ്പിക്കത്തില്ല. കാരണം എന്നാ? ആശാനോടൊപ്പം ശിഷ്യ എത്തിയാലോ എന്നുള്ളത് കൊണ്ട് എന്നാൽ നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ഗുരു അങ്ങനെയല്ല. നമ്മുടെ ഗുരുവിൻ്റെ ആഗ്രഹം എന്നാ? നാം ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ് എല്ലാറ്റിലും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാഗ്നന്റ് ലൈഫ്. ചിലരുണ്ട്, നട്ടപ്പോഴും ഒരു കൊട്ടയാ, പറിച്ചപ്പോഴും ഒരു കൊട്ടയാ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ എത്ര വളർന്നിട്ടുണ്ടെന്ന്, ഏതെല്ലാം ഏരിയയിലാണ് നമ്മൾ വളരേണ്ടത്. ദൈവാത്മാവ് തന്ന ഒരു 7 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞേച്ച് ഞാനങ്ങ് നിർത്താം. 7 മിനിറ്റ് കൊണ്ട് ഈ 7 പോയിൻ്റ് ഞാനങ്ങ് നിർത്തും. ഒരു ദൈവ പൈതൽ വളരേണ്ട 7 ഏരിയാസ്, 7 ഭാഗങ്ങൾ അല്ലെങ്കിൽ 7 അവസ്ഥകൾ. ഒന്ന്, വി ഹാവ് ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരണം. ചിലതിനൊക്കെ ഞാൻ വാക്യം തരും, ചിലതൊക്കെ നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് തരും. വീട്ടിൽ ചെന്ന് നിങ്ങൾ വാക്യം കണ്ടുപിടിച്ചോണം. സാറിന് വാക്യം കിട്ടാണ്ടാന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ വീട്ടിൽ ചെന്നിട്ട്. ഇതിന് തത്വ എന്ത് വേണം നമ്മൾ? ഇതിന് ഞാൻ വാക്യം പറഞ്ഞാൽ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു. വായിച്ചാട്ട് 2 പത്രോസ് 3:18 നാം പറയുന്നു, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ഏതില്? കൃപയിൽ വളരണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ, വളരേണ്ട 2. ഒന്ന്, വി ഹാവ് ടു നോ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ചൊരു അറിവുണ്ടായിരുന്നു ഇല്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ചൊരു അറിവ് വന്നിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുത്തുക. അവൻ നമ്മുടെ രക്ഷകനാണ്. അവിടെ കൊണ്ട് നിന്നോ? ഹീസ് മോർ ദാൻ ദാറ്റ്. അവൻ അതിനേക്കാളും വലിയവനാ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നാം വളർന്നുകൊണ്ടേയിരിക്കണം. അതിന് എന്ത് ചെയ്യണം? വചനം വായിക്കണം. എന്നും ഈ TV പ്രസംഗം മാത്രം കേട്ടുകൊണ്ടിരിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ടൊക്കെ കുറേ നാളായല്ലോ, സ്നാനപ്പെട്ടിട്ട് ഒത്തിരി നാളായല്ലോ, അഭിഷേകം പ്രാപിച്ചിട്ട് കുറേ നാളായല്ലോ, ഇവിടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് പല നാളായല്ലോ, പലയിടത്ത് ആരാധനയ്ക്ക് പോയിട്ട് എവിടെ എന്തെല്ലാം കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്ര ഉണ്ട്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാമത്, വി ഹാവ് ടു ഗ്രോ ഇൻ ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്. കൃപയിൽ നമ്മൾ വളർന്നു വരണം. ആ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ വാക്യം അങ്ങനെ വായിച്ചത്. കൃപയിൽ വളരണം. ദൈവകൃപയെക്കുറിച്ച് നമുക്ക് എന്നാ അറിയാം? ആകെ ഒറ്റ കാര്യം എന്തുവാ? കൃപയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പറയാൻ പറഞ്ഞ ഒരു നിർവചനം എന്തുവാ? അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത്
ഔദാര്യമായിട്ട് അല്ലല്ല, അത് മാത്രമൊന്നുമല്ല കൃപ. കൃപ നിന്നെ ശക്തീകരിക്കുന്നതൊന്നും കൂടാ. എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ. കൃപയെക്കുറിച്ച് അർഹിക്കപ്പെടാത്ത ഒന്നും അത് മാത്രമാണ്. ദർ ഈസ് എ ലോട്ട് ദാറ്റ് വി ഹാവ് ടു ലേൺ അബൌട്ട് ദ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ഞാൻ ആകുന്നത് എൻ്റെ കൃപയാലാന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രേസ് ഓൾ അബൌട്ട്. അപ്പോൾ ഒരു ദൈവവൈതലിനെ കുറിച്ച് ദൈവം അറിയണം, ദൈവം ആഗ്രഹിക്കുന്ന അവൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപയിൽ അവൻ വളർന്നു വരണം. എൻ്റെ സമയം കൊണ്ട് സമയത്തിന് ചുരുക്കൊണ്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ വിടുക. മൂന്നാമത്, വി ഹാവ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരണം. ഇപ്പം വന്ന് ഉള്ള വിശ്വാസം പോലും ഇല്ലാതായിരിക്കുക അല്ലേ? ഇറങ്ങിയ കാലത്ത് കുറേയൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം വിശ്വാസത്തിൽ നമ്മൾ എത്രത്തോളം വളർന്നു? ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കുമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളർത്തിത്തരണമെന്ന്. കർത്താവിനോട് എപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ വിശ്വാസത്തിൽ എന്തൊക്കെയോ ഒന്ന് ക്ഷീണിച്ചു പോകാൻ എനിക്ക് തോന്നുന്നു, എനിക്ക് പഴയ പോലെ അത്ര അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരണം. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം, ദൈവ കൃപയിൽ നമ്മൾ വളരണം, വിശ്വാസത്തിൽ നാം വളരണം. നാലാമത്, വി ഹാവ് ടു ഗ്രോ ഇൻ ദ പവർ ഓഫ് ഗോഡ്. ദൈവശക്തിയിൽ നാം വളരണം. പഴയ ശക്തി ഇറങ്ങിത്തിരിച്ച കാലത്ത്, രക്ഷിക്കപ്പെട്ട കാലത്തുള്ള ശക്തിയാണോ ഇപ്പോഴും? അതോ ആ ശക്തിക്ക് എന്തെങ്കിലും ഒരു വളർച്ച വന്നിട്ടുണ്ടോ? ക്യാൻ യു ഡു എ ലിറ്റിൽ ബിറ്റ് മോർ? ചിലരുടെ പ്രാർത്ഥനയൊക്കെ വിശ്വാസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നഴ്സറി പിള്ളേരുടെ പ്രാർത്ഥന പോലെ. ചിലർക്ക് ആഹാരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും വിശ്വാസിയായിട്ട് വർഷങ്ങളോളായി, പക്ഷേ ഇപ്പോഴും ഒരു ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, ഈ ആഹാരം തന്ന ഇത്രയേ അറിയത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഈ പാട്ട് പാടാനേ അവനറിയത്തുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും ആ പഴയ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമേ ഉള്ളൂ. മലകളെ നീക്കത്തക്ക ഒരു വിശ്വാസത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. നമ്മൾ മല കണ്ടാങ്ങ് മാറിപ്പോകത്തേ ഉള്ളൂ. ഞാൻ പറയട്ടെ, അങ്ങനൊരു വിശ്വാസമുണ്ട് വേദപുസ്തകത്തിൽ. ദ ഫെയ്ത്ത് ദാറ്റ് ക്യാൻ മൂവ് മൗണ്ടൻസ്. മലകളെ, ഇതെവിടെ ഒരാൾ പ്രാർത്ഥിച്ച് പറഞ്ഞില്ലേ, ട്രെയിനിനെ പിടിച്ച് നിർത്തിയൊരു പ്രാർത്ഥന. നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, ആ മനുഷ്യൻ്റെ ഉള്ളിലെത്തി ആ മനുഷ്യനെ അറിയാവൂ. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ എല്ലാം ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, വിശ്വാസത്തിലൊന്ന് വളരാൻ നമുക്ക് കഴിയണം. മലകളെ നിൽക്കുന്നൊരു വിശ്വാസത്തിലേക്ക്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, മരിച്ചവരെ തിരിച്ചു പിടിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു വിശ്വാസത്തിലേക്ക്. വിശ്വാസത്തിൽ എന്തെങ്കിലും വളർന്നോ? ഇപ്പോഴും ഒരു വിഷയം വന്നാൽ ആരെ വിളിക്കും? പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, കൊച്ചിന് വയറിളക്കമാണ്. അതിനാ നീ പ്രാർത്ഥിച്ചാൽ അത് നിൽക്കത്തില്ലയോ? 22 വർഷം കഴിഞ്ഞല്ലോ വിശ്വാസത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് വയറിളക്കം നിർത്താൻ പോലും ഉള്ള വിശ്വാസം ഇല്ലയോ നിനക്ക്? പിന്നെ അതിന് ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നേ ഇല്ല. വി ഹാവ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്തിൽ വളരണം. ഇനി പാസ്റ്റർ ഒന്നിനും വിളിക്കരുതെന്നും പറയരുത് കേട്ടോ. ഇനി ചിലർ അങ്ങനെ തീരുമാനം എടുത്തുകളെ. ഇനി ഇയാളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അങ്ങനല്ല. വി ഹാവ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തിൽ വളരണം. ഈ സഭ മുഴുവനും വിശ്വാസം, അതാ എൻ്റെ ആഗ്രഹം. നമ്മൾ വിശ്വാസം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം, കൃപയിൽ നാം വളരണം, വിശ്വാസത്തിൽ നാം വളരണം. 4, ദൈവശക്തിയിൽ. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, വിശ്വസിക്കുന്നവരിലൂടെ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പറയണേ. The immeasurable power of God. അളക്കാനാവാത്ത ഒരു ശക്തി ഈ വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, ആ ഒരു അറിവ്, നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്വം കൊണ്ട് വിശ്വാസത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിയും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല.
അടുത്ത വീട്ടിലോട്ട് ചെന്നപ്പോൾ കൊതു വരാതെ പുകപ്പിച്ചതിന് ഇവന് ഇവിടെ ഭയങ്കര, അപ്പോഴത്തേനും ഇവിടെ ആകെ പ്രശ്നമായി കഴിഞ്ഞു. എന്തുവാ? എൻ്റെ കുഞ്ഞെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ബധിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി എന്നാണെന്ന് ഞാൻ അറിയണം. വി ഹാവ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത് ആൻഡ് ഗ്രോ ഇൻ പവർ. ദൈവശക്തിയില്ല. അഞ്ചാമത്, വി ഹാവ് ടു ഗ്രോ ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വളരണം. ഒരു സഭയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നിനക്ക് കുറഞ്ഞു പോയി. നമ്മളെ നോക്കിക്കൊണ്ടത് പറയുമോ? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ ഒരു നല്ല പാട്ടുണ്ട്, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നൻ പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ? അതോ കുറഞ്ഞ് ഇല്ലേ? അവസാനം ഏലി പുരോഹിതൻ പറഞ്ഞ പോലാണോ പറയുന്നത്? അവൻ യഹോവയല്ലോ, അവൻ എന്നാ വേണമെങ്കിൽ ഇരുന്ന് ചെയ്യട്ടെ, ഇപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? എന്തായാലും മൂപ്പർക്ക് ഇട്ടുള്ളത് എന്ത് ചെയ്യുള്ളൂ. അതായിരുന്നു ഏലി പുരോഹിതൻ പറഞ്ഞല്ലേ. ശമൂവേൽ ബാലൻ ഏലി പുരോഹിതൻ്റെ ഭവനത്തിൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുരോഹിതൻ്റെ പ്രതികരണം എന്തുമായിരുന്നു? അവൻ യഹോവയല്ലോ, അവൻ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയിലും നമുക്ക് വർധനമുണ്ടോ? അതോ അതൊക്കെ കുറഞ്ഞോ? ആറാമത്, ഗ്രോ ഇൻ ലവിങ് വൺ അനദർ. തമ്മിൽ സ്നേഹിക്കുന്നതിൽ നമ്മൾ വളരുന്നുണ്ടോ? സഹോദര സ്നേഹത്തിൽ ഒരു വളർച്ചയുണ്ടോ നമുക്ക്? അതോ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ വളരും തോറും നമ്മൾ സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുകയാണോ? എന്ന് പറഞ്ഞാൽ നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നാം സ്വാർത്ഥന്മാരായിക്കൊണ്ടിരിക്കുകയാണോ? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വി ഹാവ് ടു ഗ്രോ ഇൻ ലവിങ് അതേഴ്സ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നാം വളരണം. സഹോദരപ്രീതി നാം വളരണം. അവസാനത്തേത്, ഗലാത്യലേഖനം 6-9, നന്മ ചെയ്യുന്നതിൽ നാം വളർന്നുകൊണ്ടിരിക്കണം. നന്മ ചെയ്യുന്നതിൽ വളർന്നുകൊണ്ടിരിക്കണം. ക്രിസ്തീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. ഈ വളർച്ചയ്ക്കെല്ലാം നമ്മെ സഹായിക്കുന്നത് വചനമെന്ന മായമില്ലാത്ത പാല്. ഇത് വായിച്ചാലേ ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വളരാൻ പറ്റത്തുള്ളൂ. നമുക്കെല്ലാവർക്കും ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്ത്യ ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്. ഒരു വളർച്ചയുടെ ജീവിതം. നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വളർച്ച പ്രാപിച്ചിട്ടുണ്ട്? ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ ഈ വചനത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങണം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങേ അറിയുവാൻ, അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ, വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങളിലേക്കൊക്കെ കടന്നു വരാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്നാൽ പലപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുക. തുടർന്ന് വളരാനായിട്ട് ഞങ്ങളൊന്നും ശ്രമിക്കുന്നില്ല. പച്ചാ, somehow we have come to a point that we are content. ഏതോ ഒരു തൃപ്തി അടഞ്ഞ ഒരു ജീവിതത്തിൽ ഇത്രത്തോളമൊക്കെ മതി എന്നുള്ളൊരു മനോഭാവത്തിൽ ഞങ്ങളായി തീർന്നിരിക്കുക. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളോട് ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തല്ലോ. ക്രിസ്ത്യൻ ലൈഫ് ഇസ് ദ ലൈഫ് ഓഫ് ഗ്രോത്ത്. അത് വളർച്ചയുടെ ഒരു ജീവിതമാണെന്ന്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ, ദൈവശക്തിയിൽ വളരുവാൻ, സഹോദരപ്രീതിയിൽ വളരുവാൻ, നന്മ ചെയ്യുന്നതിൽ വളരുവാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അതിനായി ഞങ്ങൾ വിധേയപ്പെടുത്തി തരുന്നു. ആ വളർച്ചയ്ക്കായി തിരുവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. നിന്റെ ജനത്തെ ആശീർവദിക്കണമേ.
അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവകൃപ കൂടെ ഇരിക്കണമേ. ഒരനർത്ഥം വരാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ. മുൻപടയും പിൻപടയുമായി നീ അവരെ ഇരുന്ന് പരിപാലിച്ചു കൊള്ളണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.